വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലത്തുണ്ടാകുന്ന നമുക്ക് അറ്റ്മോസ്ഫിയർ മാറുന്നതനുസരിച്ച് നമുക്ക് സ്കിന്നിന് ഒരുപാട് അലർജീസ് ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് പൊതുവേ ഫസ്റ്റിലേ നമുക്ക് ഈ ചർമ്മരോഗം വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിലാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റിലെ നമുക്ക് ചർമ്മരോഗം വരുന്നത് നമുക്ക് ഒരുപാട് എന്താ പറയുക, തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തല നനയ്ക്കില്ല, തലയിൽ എണ്ണ ഇടില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ തല ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ തല ഡ്രൈ ആകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അങ്ങനെ നമുക്ക് സ്കിൻ അലർജി വരാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഈര്, പേന് അതൊക്കെ ഇരിക്കുന്നവർ തല ചൊറിച്ചിലുണ്ടാവും. അങ്ങനെ ഫസ്റ്റിൽ നമുക്ക് വരുന്നത് തലയിലായിരിക്കും. ഫസ്റ്റിലാണ് നമുക്ക് ചൊറിച്ചിൽ വരുന്നത്. ആ തലയിൽ ചൊറിച്ചിൽ വന്ന് അതിൽ നമ്മൾ ചൊറിഞ്ഞു വരുമ്പം ഒരു ചെറിയൊരു തരി പൊടി വീഴും. ആ പൊടി നമ്മുടെ മേത്തോട്ട് ഇറങ്ങി നമുക്ക് പിന്നീട് ശരീരം മൊത്തം ചൊറിച്ചിൽ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ സംരക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ എന്നും സ്ഥിരം ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, വെളിച്ചെണ്ണ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെളിച്ചെണ്ണ ഇടുക. തല ഡ്രൈ ആകാതെ നോക്കുക. അതാണ് നമ്മൾ ഫസ്റ്റിലെ വേണ്ടത്. പിന്നെ നമുക്ക് എന്തെങ്കിലും അലർജീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കിൻ ഡോക്ടറെ കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് നോക്കിയിട്ട് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ തുളസി ഇല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ തലയിലൊക്കെ തേച്ചു. അലോവേറ, അതുപോലെ ഗ്ലിസറിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് ഞാൻ തലയിലൊക്കെ ചെയ്ത് നോക്കി. അപ്പം മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് കുറച്ച് പേര് എന്നോട് പറഞ്ഞത് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറവുണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മാറ്റമാണ് എനിക്ക് ഉണ്ടായത്. അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പ്രശ്നങ്ങൾ, ചർമ്മപരമായിട്ട് പ്രശ്നങ്ങൾക്കുള്ളവർക്ക് പെട്ടെന്ന് റബ്ബർ ഇട്ട് മായ്ക്കുന്ന പോലെ മാറുന്ന ഒരു റെമഡിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനത് എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ചർമ്മരോഗത്തിന് പറ്റിയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. തേക്കിൻ്റെ കൂമ്പാണ്. അപ്പോൾ തേക്കിൻ്റെ കൂമ്പ് എടുത്തിട്ട് അത് നല്ല വെളിച്ചെണ്ണയിൽ കാച്ചുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല റെഡ് കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ല റെഡ് കളറാണ്. കണ്ടോ, നല്ല റെഡ് കളറാണ്. അപ്പോൾ ഇത് കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ കഴുകിക്കളയാവുള്ളൂ. സോപ്പിട്ടോ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി കഴുകിക്കളയരുത്. ഇച്ചിരി എണ്ണയൊക്കെ നമ്മുടെ മേത്ത് ഉണ്ടായിട്ട് വേണം നമ്മൾ അത് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ഇതേ സ്കിന്നിൽ ഡ്രൈ ആകുമ്പം അതിൽ നിന്നൊരു ചെറിയ തരികളൊക്കെ വീണ് നമ്മുടെ മേത്ത് മൊത്തം ആകുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് തുളസി ഇല വെച്ച് എണ്ണ കാച്ചി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത്, എന്നിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് അവിടെ ചെന്നിട്ട് ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പം അവർ മരുന്ന് കഴിയുമ്പം ഇത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വരണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വരെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ മാറുമെന്ന്. അപ്പം ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്കതിന് നല്ല മാറ്റം ഉണ്ടായി. പക്ഷെ എന്നുവെച്ചാൽ നമ്മുടെ തലയിലൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, വേറെ എന്തോ കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന, ഭയങ്കര ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് പൊട്ടി മേല് മൊത്തം ആകുമായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് എന്താ പറയുക, അതിൽ നിന്നും ഒരു മോചനം കിട്ടിയത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് എണ്ണ കാച്ചുക. അപ്പോൾ തേക്കിൻ്റെ കൂമ്പാണിത്. അപ്പോൾ ഇത് വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു നല്ലൊരു റെഡ് കളർ. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പം നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ അതൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. അപ്പം ചർമ്മരോഗം ഉണ്ടായപ്പോൾ എനിക്ക് മാറിയപ്പം അത് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, വെളിയിലിറങ്ങാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു വൃത്തികേടായേനെ. കാര്യം ഇങ്ങനെ ചൊറിയൊക്കെ വന്നിരിക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.